ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് പേരന്റിങ് എങ്ങനെ ചെയ്യാം? ഒന്ന്, കുഞ്ഞിന്റെ കണ്ടീഷൻ എന്താണെന്ന് ശരിയായി മാതാപിതാക്കൾ മനസ്സിലാക്കിയെടുക്കുക. ഓട്ടിസം ഉള്ള കുഞ്ഞാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലല്ല, എല്ലാവരും വ്യത്യസ്തമായ കഴിവുകളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. രണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ എന്താണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെറാപ്പികൾ എന്താണ്, അതുകൊണ്ട് നമ്മൾക്ക് എന്തുമാത്രം പുരോഗതി എത്ര നാളുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് നേടിയെടുക്കും എന്നുള്ളത് കൃത്യമായി പേരൻസ് മനസ്സിലാക്കിയിരിക്കണം. മൂന്ന്, കുഞ്ഞിന്റെ ചികിത്സ എന്ന് പറയുന്നത് നമുക്കൊരു മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സയല്ല ഇതിന് വേണ്ടത്. ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങളാണ് വേണ്ടത്, അതായത് തെറാപ്പികളാണ് വേണ്ടത്. ഈ തെറാപ്പി സമയത്ത് പേരന്റ് എപ്പോഴും തെറാപ്പിസ്റ്റിനോടൊപ്പം ക്യാബിനിൽ തന്നെ ഉണ്ടാവണം. ബിക്കോസ് ഈ പരിശീലനത്തിലൂടെയോ തെറാപ്പിയിലൂടെ കുഞ്ഞിനെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ സ്വയമായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കാനും സംസാരിക്കാനും സാമൂഹികമായിട്ട് പെരുമാറാനൊക്കെയാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി കുഞ്ഞിനെ പരിശീലിപ്പിക്കണമെങ്കിൽ ഈ മാതാവോ പിതാവോ ഈ കുഞ്ഞിനോടൊപ്പം ഈ തെറാപ്പി സമയത്ത് മുഴുവൻ സമയവും അവിടെ ഉണ്ടാവണം. നാല്, കൃത്യമായ ഇടവേളകൾ കുഞ്ഞിന് യഥാനുസരണം പുരോഗതി നേടിയെടുക്കുന്നുണ്ടെന്നുള്ളത് പേരന്റ് എപ്പോഴും ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ഓരോ മാസത്തെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനുകളും ഹോം ബേസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനുകളും യഥാനുസരണം ഫോളോ ചെയ്യുന്നു എന്നുള്ളത് പേരന്റ് ഉറപ്പുവരുത്തണം. ഒരു പേരന്റ് എന്നുള്ള നിലയിൽ അവരുടെ ആരോഗ്യം, ഉറക്കം, ശരിയായ സമയത്തുള്ള ഭക്ഷണം, സാമൂഹികമായിട്ടുള്ള ഉല്ലാസങ്ങൾ, ഇതിനെല്ലാം വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ അവരുടെ സ്കൂൾ തലത്തിൽ സാമൂഹികമായിട്ടുള്ള തലങ്ങളിൽ കുഞ്ഞിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, കുഞ്ഞിനെ പരീക്ഷ എഴുതിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, കുഞ്ഞിന് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാൻ എന്തെല്ലാം നിയമങ്ങൾ അനുകൂലമായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ഓട്ടിസമോ മറ്റ് ഡെവലപ്മെന്റൽ ഡിസേബിലിറ്റി ഉള്ള മാതാപിതാക്കളുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പങ്കാളിയാകുകയാണെങ്കിൽ ഇവരുടെ ഭാവി അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ചികിത്സ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്യാനായിട്ട് എന്തെല്ലാം റിസോഴ്സസ് അവൈലബിൾ ആണെന്നുള്ള അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഗവൺമെന്റ് തലത്തിൽ എന്തെല്ലാം പരിഗണനകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും ആവശ്യമാണ്. അതിനനുസരിച്ച് അവനെ കുറെ കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും.